നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ സച്ചിനൊക്കെ ഇതിൽ നിന്ന് റിക്കവറായി തിരികെ വന്നാലും അച്ഛൻ എന്നും ഇതൊരു വേദന തന്നെയായിരിക്കും. എത്രയും വേഗം ഡോക്ടർ കബീറിനെ ഒന്ന് കാണാൻ പറയണം. ഡോക്ടറിനോട് സംസാരിക്കുമ്പോ തന്നെ അവക്കൊരു മാറ്റം ഉണ്ടാവും. അച്ഛാ, ഞാനായി ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തെന്ന് അർച്ചനോട് സച്ചിയോട് പറയണ്ട. ഞാനും അവളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അർച്ചനയ്ക്കത് ഇഷ്ടാവില്ല. ഞാനിന്നും അവളെ എൻ്റെ അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് നനയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. തന്നെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ എല്ലാം അറിഞ്ഞിട്ടും തന്നെ ഒന്നും അറിയിക്കായിരുന്നേ. എന്തു വന്നാലും ഞാൻ തന്നോടൊപ്പം അല്ലേ, അത് പോരെ തനിക്ക്? അതെ, സച്ചേട്ട മാത്രം മതി എനിക്ക്. എന്നാലും എനിക്കിത് മനസ്സിൽ നിന്ന് പോകുന്നില്ല സച്ചേട്ട. അച്ഛനറിയാം നിങ്ങൾക്ക് പരസ്പരം ധാരാളം സംസാരിക്കാനുണ്ടാവുമെന്ന്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തിയതിനു ശേഷം മതി. അതിൽ ആർക്കും തലയിടേണ്ട കാര്യമില്ലെങ്കിലും ഞാനിപ്പോൾ വന്നത് അതുപോലൊരു കാര്യം നിങ്ങളോട് പറയാനാ. ഏതൊരു പെൺകുട്ടിയും തകർന്നു പോകുന്നൊരു വാർത്തയാണ് ഇന്ന് അർച്ചനയും അറിഞ്ഞത്. മാനസികമായി വിഷമം കൂടുതലുണ്ടാവുമെന്ന് അച്ഛനറിയാം. ഒരു ദിവസത്തെ വിഷമത്തിന് ശേഷം പിന്നീടായ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് ഒരു നെടുവീർപ്പ് കൊണ്ട് മറക്കാൻ ശ്രമിക്കേണ്ടി വരും ഇതൊക്കെ. അങ്ങനെ മറന്നു തുടങ്ങുന്നതിന് മുമ്പ് അവസാന ശ്രമം എന്ന രീതിയിൽ അച്ഛൻ പറയുന്നത് മക്കൾ കേൾക്കണം. നിങ്ങൾക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നതിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്താൽ സാധ്യതയുണ്ടെന്ന് പറയത്തക്ക വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് സന്ധ്യ. അർച്ചനയോടും ഈ കുടുംബത്തോടും സ്നേഹമുള്ളതുകൊണ്ടും ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ അവള് മുഖാന്തരം ഉണ്ടാവരുതെന്നും കരുതിയാവണം അർച്ചനയോടൊന്നും തുറന്നു പറയാത്തത്. അർച്ചന സന്ധ്യ എന്ന കൂട്ടുകാരിയെ അവിശ്വസിച്ചാലും സന്ധ്യ എന്ന ഡോക്ടറെ വിശ്വസിക്കണം. സന്ധ്യ ഇപ്പൊ പറയുന്നത് ട്രീറ്റ്മെന്റിനെ വിശ്വസിക്കണമെന്നും അത് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ഇനിയും ജനിക്കുമെന്ന് തന്നെയാ. തകർച്ചയുടെ ഏറ്റവും താഴെ പോകുന്നതിന് മുൻപ് അതൊരു കച്ചിത്തുരുമ്പായി കണ്ട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കിക്കൂടി. ഇക്കാര്യം ഞാൻ അർച്ചനയോട് പറഞ്ഞതാ. ചെന്നൈയിലേക്ക് പോകുന്നതും ഉടനെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ലെന്നാ അർച്ചന പറയുന്നേ. ഇനി അവസാനം അവരും കൈമലർത്തിയ എന്തു ചെയ്യുമെന്ന അർച്ചന ചോദിക്കുന്നേ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അതിനൊരു തീരുമാനം എടുക്കുന്ന ഞാൻ കരുതിയിരിക്കുന്നേ. നിന്റെ തീരുമാനം തന്നെയാ ഈ കാര്യത്തിൽ പ്രധാനം. കുറേ ദിവസം എന്ന് പറയുമ്പോ അത്രയും ദിവസം അർച്ചന ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ? ഈ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്
അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഒരാൾ എന്നോട് ഒരു ഡോക്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് കബീർ എന്ന പേര്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു. സംസാരത്തിൽ തന്നെ മനസ്സിലായി ആളൊരു മിടുക്കനാണെന്ന്. 6 മാസം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എടുത്താൽ മതി, അർച്ചന മോള് ഗർഭിണിയാവുമെന്ന എന്നോട് പറഞ്ഞത്. ഞാൻ ആലോചിച്ചപ്പോ അത് വലിയൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നി. അത് ഒന്ന് പറയാന്ന് കരുതിയാ വന്നത്. എല്ലാവരുടെയും വിഷമം കണ്ടും എന്റെ വലിയ ആഗ്രഹവും മുൻനിർത്തിയ ഞാൻ ഇതുവന്ന് പറഞ്ഞത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇനി മറ്റൊന്ന് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ കൂടുതലായി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും വരും പോലെ വരട്ടെ. അച്ഛാ, ഞാൻ പറഞ്ഞത് പ്രകാരം സച്ചേട്ടൻ തൽക്കാലത്തേക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞത്. എനിക്കറിയാം ഞങ്ങളെ പോലെ തന്നെ വിഷമം അച്ഛനും ഉണ്ടെന്ന്. കുറെ നാളുകൾക്ക് ശേഷം ഞാനും സച്ചേട്ടനൊക്കെ ഇതിൽ നിന്ന് റിക്കവറായി തിരികെ വന്നാലും അച്ഛൻ എന്നും ഇതൊരു വേദന തന്നെയായിരിക്കും. അതെന്നെ കൂടുതൽ സങ്കടപ്പെടുത്തും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ അവസാനത്തെ കച്ചിത്തുരുമ്പായി കണ്ട് ആ ഡോക്ടറെ ഞങ്ങളെ പോയി കാണാം. അച്ഛൻ്റെ അത്ര ഉറപ്പ് എനിക്ക് ഇക്കാര്യത്തിലില്ലെങ്കിലും അച്ഛൻ്റെ ആശ്വാസം പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിന് കാരണമായാലും ഉടനെ തന്നെ ഞങ്ങൾ പോയിക്കോളാം അച്ഛൻ. ആഹാ, നല്ല തണുപ്പ്. വെള്ളത്തിന് നല്ല തണുപ്പ്, മനസ്സിന് അതിനേക്കാ തണുപ്പ്. അർച്ചനയ്ക്ക് കുറച്ച് വേണോ? മനസ്സിങ്ങനെ നീർന്ന ഈ സമയത്തെ തണുത്ത വെള്ളം നല്ലതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.